ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നോട്ടിൻ്റെ എപ്പിസോഡ് 5 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓങ്സേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓങ്സ ചോദിക്കുകയാണ്, നീ എന്തിനാ ഞാൻ നിൻ്റെ കൂടെ വരണമെന്ന് ഇങ്ങനെ വാശി പിടിച്ച് എന്നെ തിരിച്ച് കഫേ തന്നെ കൊണ്ടാക്കാൻ പറയണം. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ എപ്പോഴും എൻ്റെ കൂടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഓങ്സെ പറയാണ്, ചുമ്മാ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാതെ എന്ന് പറയുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശരിക്കും സീരിയസ് ആണെന്ന് അവൻ പറയുകയാണ്. അപ്പം ഓങ്സി പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഒരു ആൽഫേനെ ഒന്നും ഇതിനു മുമ്പ് ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നക്കിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനാണോ നിൻ്റെ ഫസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഓങ്സി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ആൽഫ എന്നാന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും ഞാൻ തന്നെയല്ലേ നിൻ്റെ ഫസ്റ്റ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം മോങ്സി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് നന്നായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കണമെന്നറിയാം, നീ ഒരു ഫ്ലേർട്ട് ടൈപ്പാന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഇത് കേട്ടിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് ഞാനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഞാനൊരു പ്ലേ ബോയ് ആണെന്ന് ചെയ്യുവാണെങ്കിൽ നീ കുറച്ചധികം ടൈം എടുത്തിട്ട് എന്നെ ഒബ്സേർവ് ചെയ്തോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഓങ്സയും പറയുന്നുണ്ട്, ശരി, ഇതൊരു പ്രൊബേഷൻ ടെസ്റ്റാണ്, ഈ ഒരു ടെസ്റ്റിൽ നീ പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു ഒഫീഷ്യലി ഒരു ടൈറ്റിൽ തരാമെന്നൊക്കെ അവനിങ്ങനെ പറയുകയാണേ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഇപ്പം എന്ത് ടൈറ്റിലാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഓങ്സി പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേർട്ട് ബഡീസ് മാത്രമാണെന്ന് പറയണം. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിലെന്താ സ്പെഷ്യൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഓങ്സി പറയുന്നുണ്ട്, അത് ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് നിൻ്റെ അടുത്ത് മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴാണ് അവന് നക്കുണിൻ്റെ കോൾ വരുന്നത്. അപ്പം നക്കുൺ പറയുന്നുണ്ട്, നീ മെഡിസിൻ വാങ്ങിച്ചാൽ പെട്ടെന്ന് വീട്ടിൽ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഓങ്സയുടെ കൂടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഓങ്സയുടെ അടുത്ത് അവൻ പറയാണ്, നീയും കൂടെ എൻ്റെ വീട്ടിൽ വാ, നിന്നെ കാണുമ്പോൾ ഫാറ്റിന് ഒരുപാട് സന്തോഷമാവും, പ്ലീസ് വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരൊരുമിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടേ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫാറ്റാണെങ്കിൽ നക്കുൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മെഡിസിൻ കഴിക്കാൻ മറക്കല്ലെന്നൊക്കെ പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇന്നലെ ഉണ്ടാക്കിയ കറി എനിക്ക് വേണമെന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടതും ഫാറ്റ് പറയുന്നുണ്ട്, അത് ഞാൻ എടുത്ത് പട്ടിക്ക് കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് അത് എൻ്റെ അല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പം നമ്മൾ ഫാറ്റ് ആണെങ്കിൽ ഓങ്സ് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഒരു പ്ലേസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഫുഡൊക്കെ കൊണ്ടുവരുവാണ്. അപ്പം ബോഡി ഗാർഡാണെങ്കിൽ നമ്മുടെ ഫാറ്റ് ഉണ്ടാക്കിയ ആ ഒരു കറി എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ നക്കുനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നീ അത് പട്ടിക്ക് കൊടുത്തു എന്ന്. അപ്പം ഫാറ്റാണെങ്കിൽ പറയുന്നുണ്ട്, അത് തന്നെ, നീയല്ലേ ആളുകളെയൊക്കെ കടിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ടിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ നക്കിനും അത് കണക്ക് ഓങ്സയും. അപ്പോൾ ഓങ്സെ പറയുന്നുണ്ട്, നീ ഇതെനിക്ക് കുക്ക് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അതും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഷ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എപ്പോഴും ഇൻസ്റ്റൻറ്റ് നൂഡിൽസൊക്കെ അല്ലായിരുന്നു ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് ഇങ്ങനെ പറയണം. അപ്പം ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇത് ഞാനൊന്നും അല്ല ഉണ്ടാക്കിയത്, ഇത് നക്കുൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത്, ഞാൻ ജസ്റ്റ് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് കണ്ടില്ല, എൻ്റെ കൈ മുറിഞ്ഞു എന്ന് അവനിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും നക്കുനാണെങ്കിൽ ഓർക്കുന്നുണ്ട്, അവന് ഹേർട്ടായപ്പം നക്കിനും അത് ഫീൽ ചെയ്തല്ലോ, ആ ഒരു കാര്യം അവൻ ഓർക്കുവാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ പറയുന്നത്, ഓങ്സെ നീ സൂപ്പറായിട്ടുള്ളൊരു കുക്കല്ലേ, അതുമാത്രമല്ല നീ ഉണ്ടാക്കുന്ന ആ ഒരു ബനാന ചീസ് കേക്ക് അത് ശരിക്കും സൂപ്പറാന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് നക്കിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇവൻ ചുമ്മാ കെറ്റി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് ഫാറ്റാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നക്കിൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാണെന്ന് ചോദിക്കുവാണ്. അപ്പം ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ നമ്മുടെ നക്കുനാണെങ്കിൽ പറയുകയാണ്, അത് നീ അറിയണ്ടാന്ന് പറയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ, കാരണം അതറിയാൻ ആഗ്രഹമുള്ള ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നക്കിനാണെങ്കിൽ നമ്മുടെ ഓങ്സേനെയും നക്കിനെയും ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് നോക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നെറ്റ്പിച്ച് വരുന്നത്. അപ്പോൾ അവനെ കാണുന്നതും ഫാറ്റ് ആണെങ്കിൽ വിളിക്കുന്നുണ്ട്, ബാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനെ കണ്ടതും അവൻ്റെ ബ്രദേഴ്സ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അവർ രണ്ടുപേരും. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോവുകയാണേ. ഫാറ്റിനാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഈ ഒരു ബിഹേവിയർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അവൻ നിങ്ങളുടെ സിബ്ലിംഗ് അല്ലേ, പിന്നെ നിങ്ങളെന്തിനാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൂടായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയാണ്, ഒരു ഔട്ട്സൈഡറായ എൻ്റെ അടുത്ത് നിങ്ങളിങ്ങനെയൊക്കെ പെരുമാറിയാൽ എനിക്ക് പിന്നീട് ഇവിടെ ഒരിക്കലും നിൽക്കാനേ തോന്നത്തില്ല, അതൊരു വല്ലാത്തൊരു ഫീലാണെന്ന് അവൻ പറയാണ്. അപ്പം ഇത് കേട്ടിട്ട് നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, ഇതങ്ങനല്ല, ഇത് വേറെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഫാറ്റ് പറയാണ്, അത് വിട്ടേക്ക്, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ സിബ്ലിംഗ് ആണ്, അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് നൈസായിട്ടൊക്കെ പെരുമാറാനും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നട്പിച്ചിനെയാണ്. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു സിഗരറ്റ് ഇങ്ങനെ നീട്ടുന്നുണ്ട്. അപ്പം ഒന്ന് മടിച്ചിട്ടാണെങ്കിലും അവനത് വാങ്ങുന്നുണ്ടേ.
എന്നിട്ട് അവൻ പറയാണ്, നിനക്കറിയോ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ നടന്നു പോകത്തില്ലായിരുന്നു. പകരം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തേനെ, ഞാൻ എത്ര ക്യാപ്പബിൾ ആണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തേനോ എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് എണീറ്റ് പോകുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓങ്സേനെയും നക്കിനെയാണ്. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും നക്കിനാണെങ്കിൽ അവനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഉള്ളിൽ പേടിക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസം നിന്നെ വിട്ടിട്ട് വേറെ ആളുടെ പുറകിന് പോകുമെന്നോ അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ മടുക്കുമെന്നോ ഒക്കെ നിനക്കാണെങ്കിൽ ഒരു പേടിയുണ്ടെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയാണ്. എന്നിട്ട് അവൻ പറയണം, എന്നാൽ ഞാൻ ഒരു കാര്യം തീർത്തും പറയാം, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നീ ഓങ്സ ആയതുകൊണ്ടാണ്. നീ ഒരു ആൽഫ ആണെങ്കിലോ അല്ലെങ്കിൽ ഒമേഗ ആണെങ്കിലോ നീ ആരാണെങ്കിലും ഞാൻ നിന്നെ തന്നെ ഇഷ്ടപ്പെടുത്തോളായിരുന്നു എന്ന് അവനിങ്ങനെ പറയുകയാണേ. എന്നിട്ട് അവൻ പറയണം, എൻ്റെ ഈ ഒരു ലൈഫിൽ എൻ്റെ അവസാനം വരെയും എൻ്റെ കൂടെ കാണേണ്ട ആ ഒരു പേഴ്സൺ അത് നീ ആയിരിക്കണം ഓങ്സ എന്നിങ്ങനെ പറയുകയാണേ അവൻ. അപ്പോൾ ഓങ്സ പറയാണ്, നീ എന്ത് സ്മൂത്തായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയണം. അപ്പം നമ്മുടെ നക്കിനാണെങ്കിൽ പറയാണ്, ഞാൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നതെന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഓങ്സയാണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, നീ വീട്ടിൽ പോകാൻ പറയുന്നുണ്ട്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ആ ശരി എന്നാൽ ഞാൻ നാളെയും നിൻ്റെ പുറകിന് ഇങ്ങനെ വരുമെന്ന് പറയണം. അപ്പം ഓങ്സയാണെങ്കിൽ പറയുന്നുണ്ട്, അതിന് നിനക്ക് ആരാ പെർമിഷൻ തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അത് കഴിഞ്ഞ് നക്കുനും അവൻ്റെ ഡാഡും കൂടി ഇങ്ങനെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവരാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ തോന്നുന്നത്, ആ ഒരു ലാൻഡിൽ ഏത് പ്ലോട്ടായിരിക്കും കുറച്ചുകൂടെ വൃത്തിയായിട്ട് തോന്നിയെന്നാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അത് ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു സൈറ്റ് നേരത്തെ പോയി വിസിറ്റ് ചെയ്തായിരുന്നോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല, അടുത്ത വീക്ക് പോയി അത് കാണണമെന്നൊക്കെ അവൻ പറയാണ്. അപ്പം അവൻ്റെ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ നട്പിച്ചിനെയും കൂടെ കൊണ്ടുപോകും, അവനും കുറച്ച് പ്രാക്ടിക്കൽ വർക്കൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്, ഈ വർഷം നിൻ്റെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, അത് ഇപ്രാവശ്യം വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് അത്ര ഗ്രാൻഡൊന്നും ആക്കണ്ട എന്നൊക്കെ അവൻ പറയാണ്. അപ്പോൾ അവൻ്റെ ഡാഡ് പറയുന്നുണ്ട്, പാർട്ടി അറേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ, ഇത് വെറും ഒരു ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല, ഇത് നമ്മുടെ ഫാമിലിനെയും കൂടെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു കോൺഫിഡൻസിൻ്റെയും കൂടെ കാര്യമാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യണം, എന്നാലേ മറ്റുള്ളവർക്ക് നമ്മുടെ ഫാമിലി ഇപ്പോഴും നല്ല സ്റ്റേബിളാണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടതും അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഓക്കെ, എന്താണെന്ന് വെച്ചാൽ മോമും ഡാഡിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ഫാറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നക്കുൻ്റെ ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഫാറ്റാണെങ്കിൽ പറയുന്നുണ്ട്, ആ ശരി ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അവൻ. അത് കഴിഞ്ഞ് നക്കുനും ഫാറ്റും കൂടെ ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അവൻ നോക്കുമ്പോഴത്തേക്കും നട്പിച്ച് അവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഓരോ പ്ലെയിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ അടുത്ത് ദേഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ശരിക്കും സീരിയസ് ആയിട്ട് ഇത് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നീ കംപ്ലയിൻറ്റ് ചെയ്യരുത്, നിൻ്റെ പൈസ എല്ലാം പോയെന്ന് പറഞ്ഞിട്ട് നീ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് അങ്ങ് ഇങ്ങനെ റൈസായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ സോറിയൊക്കെ പറഞ്ഞിട്ട് നല്ല കുട്ടീനെ കണക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫാറ്റാണെങ്കിൽ ചോദിക്കുകയാണ്, നിനക്ക് നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യാൻ ഞാൻ ഓങ്സേനെയും കൂടെ ഇൻവൈറ്റ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുന്നത് അവൻ പറയും, ആ ഓക്കെ, അവൻ വന്നാൽ എൻ്റെ ബ്രദറിനും അത് സന്തോഷമാവും എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, ഓങ്സ എപ്പോഴും പറയും അവൻ ജസ്റ്റ് ഒരു ബീറ്റയാണെന്ന്. അപ്പം നക്കുൻ പറയും, ഈ ഒരു വേൾഡിൽ ബീറ്റാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ട്സൈഡേഴ്സിനെ കണക്കാണെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ ചോദിക്കും, അപ്പം ഞാനൊരു ബീറ്റ ആയിരുന്നെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നക്കുൻ പറയും, അങ്ങനെയാണെങ്കിൽ നമ്മളൊരിക്കലും സോൾമേറ്റ് ആവത്തില്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടത്തില്ലായിരുന്നു എന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ഫാറ്റിനാണെങ്കിൽ അങ്ങ് ശരിക്കും ദേഷ്യവും സങ്കടമൊക്കെ വരുവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അങ്ങ് എണീറ്റ് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ അവനെ അങ്ങ് പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നക്കുൻ്റെ ഡാഡിനെയാണ്. അപ്പോൾ അയാളാണെങ്കിൽ അറിഞ്ഞിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഒരു പ്യൂർ ഒമേഗ ടെസ്റ്റ് നടത്തിയ കാര്യം. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട്, അത് ആരാന്ന് എനിക്ക് അറിയണം, ആ ചെറുക്കൻ്റെ എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നക്കുനാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ബോണ്ട് സീലായിരിക്കുക, ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു പ്യൂർ ഒമേഗേനെ വെച്ചിട്ട് അവനെ പെയർ ചെയ്യിക്കായിരുന്നു എന്നൊക്കെ അയാളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് നക്കിനെയും അമിന്ദ്ര എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെയാണ്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ പറയാണ്, ഓ എന്താ ഇവിടുന്ന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വല്ലാത്തൊരു സ്മെല്ലൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ചില ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഫെറോമോണിൻ്റെ സ്മെല്ല് എന്താണെന്ന് സെൻസ് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് അവൾ പറയുകയാണ്, നീ എന്നെ ടീസ് ചെയ്യുമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീയല്ലേ തുടങ്ങി വെച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഇഷ്ടമല്ലാത്ത ആളുകളെ കാണുമ്പോൾ നീയല്ലേ ആദ്യമേ അവരെ ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങ് ചിരിക്കുവാണേ.
എന്നിട്ട് അവൻ പറയാണ് നിൻ്റെ അമ്മയ്ക്കല്ലേ ഞങ്ങളുടെ ഫാമിലീനെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനല്ലേ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കാതെ വേറെ ആളെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട് ഒരു ആൽഫ ഒരു ബീറ്റേനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്ത് പ്രശ്നം, അവരും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ ഒരു പട്ടീനെയോ ഗോസ്റ്റിനെയോ ഒക്കെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അത് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അവൾ പറയാണ് എനിക്ക് കിങ്ങിയോക്കിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവൾ എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയാണ് അവൾ നിന്നെ മനസ്സിലാക്കാത്തതിലല്ല, നീ അവൾക്കൊരു ചാൻസ് കൊടുക്കുക. അവൾ നിന്നെ എപ്പോഴും ദൂരത്ത് നിന്നല്ലേ നോക്കിക്കാണുന്നത്, ഒരു ഔട്ട്സൈഡറിനെ പോലെ. അപ്പം നീ നിൻ്റെ വേൾഡിലോട്ട് വരാനായിട്ട് അവൾക്കൊരു ചാൻസ് കൊടുക്കാൻ പറയാണ്. അപ്പോൾ എല്ലാം ശരിയാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നട്പിച്ചിനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണാണെങ്കിൽ അവനെ വന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ആ പെണ്ണാണെങ്കിൽ അവൻ്റെ ദേഹത്തോട്ട് ഡ്രിങ്ക്സ് അങ്ങ് എടുത്ത് ഒഴിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സഞ്ജിങ് വരുന്നത്. അവനാണെങ്കിൽ നട്പിച്ചിൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിട്ട് അവൻ്റെ ആ ഒരു ഫെറോമോണൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് സെഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ നിനക്ക് ഇന്ന് കുറച്ച് നേരം കമ്പനി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും എതിർത്തൊന്നും പറയുന്നില്ല, ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു ഷർട്ടൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര സെഡ്യൂസീവായിട്ടങ്ങ് ഇരിക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഫാറ്റിനെയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ ഓങ്സേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. എന്നാൽ അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് പറയാണ് ഓങ്സേനെ കണ്ടതും നീ ഭയങ്കര ഹാൻസം ആണല്ലോ, അതേപോലെ നിൻ്റെ അമ്മേനെ പോലെ ഭയങ്കര പൊളൈറ്റുമാണ്, നിൻ്റെ അമ്മയുടെ ആ ഒരു ബനാന കേക്ക് റെസിപ്പി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫാറ്റാണെങ്കിൽ ഫുള്ള് കിളി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓങ്സെ പറയുന്നുണ്ട് അമ്മ എപ്പോഴും നിങ്ങളെപ്പറ്റി പറയുമായിരുന്നു, നിങ്ങൾ ചുറ്റുമുള്ള എല്ലാ ആളുകളെയും നന്നായിട്ട് കെയർ ചെയ്യും എന്നൊക്കെ പറയുമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് നിൻ്റെ അമ്മേനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഓങ്സെ ആണെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എങ്ങനെ എൻ്റെ ഡാഡിൻ്റെ അടുത്ത് പറയും ഞാനൊരു ഒമേഗയാണെന്ന്. അതുമാത്രമല്ല ഡാഡിന് ആൽഫാസിനെ ഒമേഗാസിനെയൊക്കെ പറ്റി അറിയാമായിരിക്കുമോ, അതുപോലെ എന്നെ ബൈറ്റ് ചെയ്ത കാര്യവും പറയേണ്ടി വരുമല്ലോ, ഞാനിതൊക്കെ എങ്ങനെ പറയുമെന്നൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ ആലോചിക്കുകയാണേ. അപ്പോൾ അമ്മ വന്നിട്ട് പറയാണ് ഫാനിൻ്റെ അടുത്ത് ഓങ്സ് തിരിച്ച് കഫേയിലോട്ട് തന്നെ പോയി അവന് കുറച്ച് വർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. അപ്പം അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്നെ കുറച്ച് ഫ്ലവേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് കുറച്ച് സ്റ്റഡിയിലും അതേപോലെ തന്നെ നക്കുൻ്റെ റൂമിലും വെക്കാനാന്ന് പറയാം. അപ്പോൾ അവനാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുകയാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി ഈസിയൊക്കെ ആവും. അതുമാത്രമല്ല നക്കുനും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ റൂമിൽ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിനക്ക് നക്കുൻ്റെ ഇഷ്ടം അനുസരിച്ച് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് അതൊന്നും അവൻ കെയർ ചെയ്യുന്നതേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് നിങ്ങൾ സോൾമേറ്റ്സ് അല്ലേ, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരവരുടെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ സോൾമേറ്റ്സ് അല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല എന്നാണ് നക്കുൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുമെന്നാണ് വിധിയെങ്കിൽ ആ ഒരു വിധിയെ ചേഞ്ച് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നക്കുനെയാണേ കാണിക്കുന്നത്. അപ്പം അവന് കോഫി ആയിട്ട് വരുമായിരുന്നു നമ്മുടെ ഫാറ്റ്. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ പറയാണ് നമുക്ക് ഹോട്ടലിൽ വെച്ച് തന്നെ മീറ്റ് ചെയ്യാമെന്നിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ ആ ഒരു കോഫി ബോഡി ഗാർഡ് സിലയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ തന്നെ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പോവുകയാണേ. അങ്ങനെ ഫാറ്റ് ആണെങ്കിൽ നേരെ ഓങ്സയുടെ കഫേയിലോട്ടാട്ടോ വരുന്നത്. അപ്പം അവിടെ വന്ന് നിന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ നക്കുൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അവർ പറയുന്നുണ്ട് നക്കുൻ ശരിക്കും കൂളാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടോ പിന്നെ കൂളൊന്നും അല്ല, അവനാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യും, എൻ്റെ അടുത്ത് ഒന്നും പറയത്തില്ല, അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതിലും ഭേദം ഞാനാണെങ്കിൽ വല്ല മതിലിനോട് സംസാരിക്കുന്നതാണെന്നിങ്ങനെ പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സണ്ണിങ് വരുന്നത്. അപ്പോൾ അവനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്തോ ഒരു പ്രത്യേക സ്മെല്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഓങ്സ് പറയുന്നുണ്ട് നിനക്ക് ബനാന കേക്ക് വേണോ, ഞാനിതിപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ, കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റാണ്, അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് നക്കിൻ വരുന്നത്. അപ്പോൾ നക്കിനെ കണ്ടതും ഫാറ്റ് ആണെങ്കിൽ അവിടുന്ന് ഓടുവാണ് കേട്ടോ, ഓടി അകത്തോട്ടങ്ങ് കയറുവാണ്. അപ്പം ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്കും എന്തുവാ നക്കിനാണെങ്കിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നക്കിനാണെങ്കിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓങ്സയും പതുക്കെ അവിടെ നിന്ന് എണ്ണീറ്റ് അങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നക്കിനാണെങ്കിൽ അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും സണ്ണിങ് ആണെങ്കിൽ ആ ഒരു ബനാന കേക്ക് അവനെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് അത് നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം സണ്ണിങ് പറയുന്നുണ്ട് ഇത് ഓങ്സയുടെ അമ്മയുടെ റെസിപ്പിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഒന്നുകൂടെ അതങ്ങ് ഇഷ്ടമാവുകയാണ്. അപ്പം പെട്ടെന്ന് അവിടെ വെളിയിൽ നിൽക്കുന്ന ഒരാളെ നമ്മുടെ സണ്ണിങ് കാണുന്നു കേട്ടോ. അപ്പം അവനെ കണ്ടതും സണ്ണിങ് ആണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല നമ്മുടെ നട്പിച്ചാണ്.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഫാറ്റിനെയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ അകത്ത് റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ പിന്നെയും നക്കുലിനെ പറ്റി ഓരോന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയുന്നുണ്ട്, "ഓ നീ 10 മിനിറ്റ് കൊണ്ട് നിൻ്റെ പാർട്ട്ണറെ പറ്റി ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിങ്ങനെ പറയുകയാണ്." അപ്പം ഫാറ്റാണെങ്കിൽ പറയുന്നുണ്ട്, "അവൻ എൻ്റെ പാർട്ട്ണറൊന്നും അല്ല" എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "ആ എനിക്ക് മനസ്സിലായി, ഓക്കെ ഓക്കെ, അവൻ നിൻ്റെ പാർട്ട്ണറൊന്നും അല്ല, ജസ്റ്റ് നിൻ്റെ ബോണ്ട് മേറ്റ് മാത്രമാണെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ." അപ്പം ഫാറ്റാണെങ്കിൽ അവനൊരു അടിയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, "നീ എൻ്റെ ഇത് വാങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." എന്നിട്ട് അവനാണെങ്കിൽ പറയുകയാണ്, "അവനല്ലേ എപ്പോഴും ഹോട്ടലിലോട്ട് ഇങ്ങനെ ഓടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയണം." അപ്പം ഇത് കേട്ടത് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, "എന്താ നീ ജലസ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ." അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ജലസോ, ഞാൻ ജലസൊന്നും അല്ല" എന്നൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് ഓങ്സയാണെങ്കിൽ ഒരു കേക്ക് എടുത്ത് നക്കിന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, "ഇതാണെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണമെന്ന്" പറയുന്നുണ്ട്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, "ആ അമ്മയ്ക്ക് ശരിക്കും സന്തോഷമാവുമെന്ന്" പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, "വേറൊരു കാര്യം കൊടുക്കുമ്പം എൻ്റെ അമ്മയ്ക്ക് ഇതിനേക്കാളും കൂടുതൽ സന്തോഷമാവുമെന്ന്" പറയണം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, "എന്താണെന്ന്?" ചോദിക്കുമ്പം അവൻ പറയണം, "അത് നിന്നെ എൻ്റെ അമ്മയ്ക്ക് ഡോക്ടർ ഇൻ ലോ ആയിട്ട് കൊടുക്കുമ്പം അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാവുമെന്ന്" പറയാണ്. ടോങ്സ് ചോദിക്കുന്നുണ്ട്, "നീ എന്താ ഇവിടെയും?" ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "അത് ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. അതുമാത്രമല്ല എൻ്റെ ഈ ഒരു ഫ്ലേർട്ട് ബഡി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ നിന്നെ എൻ്റെ കിസ്സിങ് പാർട്ണർ ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ." അങ്ങനെ അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നട്പിച്ച് കയറി വരുന്നത്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, "റെസ്റ്റ് റൂം എവിടെയാണെന്ന്" ചോദിക്കുന്നുണ്ട്. അപ്പം ഓങ്സയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ നക്കിനാണെങ്കിൽ അവൻ്റെ ബോഡിയിൽ നിന്ന് സന്നിങ്ങിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുവാണ്. അപ്പോൾ അവനത് പറയുന്നുണ്ട്. അപ്പം ഓങ്സി പറയുന്നുണ്ട്, "അതിന് അവർക്ക് പരസ്പരം അറിയത്തില്ലല്ലോ" എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, "അങ്ങനെയാണെങ്കിൽ എൻ്റെ നോസിൻ്റെ വല്ല പ്രശ്നമായിരിക്കും" എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബീറ്റേനെ ഒന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കട്ടെ, അപ്പം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവനെ സ്മെല്ല് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഓങ്സെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നക്കുൻ വരുന്നത്, ഫാറ്റിനെ കാണാനായിട്ട് ആ ഒരു കഫേയിലോട്ട്. അപ്പം നക്കുനെ കണ്ടതും നക്കിനാണെങ്കിൽ ഓങ്സേനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഓങ്സയുടെ അടുത്ത്, "നിൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്യുമെന്ന്" ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓങ്സി പറയുന്നുണ്ട്, "അവനിവിടെ ഇല്ലയെന്ന്" പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, "ഇല്ല, അവനിവിടെ തന്നെ ഉണ്ടെന്ന്" പറയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, "നീ സത്യം പറ, നിനക്ക് എൻ്റെ ബ്രദറിനെ ഫൂൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന്" പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ നമ്മുടെ ഫാറ്റിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നടന്ന് ആ ഒരു ഫാറ്റ് ഇരിക്കുന്ന ആ ഒരു റൂമിൻ്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ അകത്ത് കയറുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവിടെ ഫാറ്റിനെ കാണും കേട്ടോ. അപ്പോൾ ഫാറ്റാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, "നീ എന്താ ഇവിടെ, നിനക്ക് ഒരുപാട് വർക്കില്ലായിരുന്നോ ചെയ്യാനെന്നൊക്കെ" ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, "നീ എൻ്റെ കൂടെ വീട്ടിൽ വരാൻ" പറയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, "ഏത് വീട്, അത് നിൻ്റെ വീടല്ലേ, എൻ്റെ വീടല്ലല്ലോ" എന്നിങ്ങനെ പറയാം. എന്നിട്ട് അവൻ പറയണം, "അല്ലേ തന്നെ ഞാനെന്തിനാണ് വരുന്നത്, നിനക്ക് നിൽക്കാനൊരു ഹോട്ടലില്ലേ, നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി നിൽക്കാനൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, "ഞാൻ ഹോട്ടലിൽ നിന്നതിനൊരു കാരണം ഉണ്ടെന്ന്" പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "എന്ത് കാരണം, എനിക്കതൊന്നും അറിയണ്ട" എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് കരയുവാണ്. പെട്ടെന്നങ്ങ് ഇമോഷണൽ ആവുന്നുണ്ട് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, "എൻ്റെ കണ്ണെന്താ അറിയുന്നത്, എനിക്ക് കരയണ്ട" എന്നൊക്കെ അവനിങ്ങനെ പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, "ഇതെല്ലാം നിൻ്റെ ഫെറോമോൺ കാരണമാണ്, അത് നിൻ്റെ മൂഡിനെ എഫക്റ്റ് ചെയ്തതുകൊണ്ടാണ് നീ ഇത്രയും ഇങ്ങനെ ഇമോഷണൽ ആവുന്നതെന്നൊക്കെ" പറയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, "എനിക്കിങ്ങനെ ഇരിക്കണ്ട" എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടത് നമ്മുടെ നക്കുനാണെങ്കിൽ അവനെ അങ്ങ് കിസ് ചെയ്യുവാണേ. എന്നിട്ട് നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, "ഇത് എൻ്റെ തെറ്റാണ്, നിനക്കെന്നെ അടിക്കണോ, നീ എന്നെ അടിച്ചോളാൻ" പറയാണ്. എന്നാൽ അവിടെ അടിക്കുന്നതൊന്നുമില്ല കേട്ടോ, എന്നാൽ ഒരു സ്വീറ്റായിട്ടുള്ളൊരു കിസ്സാണ് കേട്ടോ പിന്നെയും നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ വീട്ടിലെത്തുവാണേ. അപ്പം വീട്ടിലെത്തിയതിന് ശേഷം നക്കുനാണെങ്കിൽ ഫാറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "എനിക്ക് ഇന്നലെ വർക്ക് കാരണമാണ് ഇവിടെ വരാൻ പറ്റായിരുന്നതെന്നൊക്കെ" അവൻ പറയുകയാണ്. അപ്പം ഫാറ്റ് ചോദിക്കുന്നുണ്ട്, "എന്ത് വർക്കാണ് നിന്നെ ഹോട്ടൽ വരെ കൊണ്ടെത്തിച്ചത്, നീ എന്നെക്കൊണ്ടിപ്പം മടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പം നക്കുനാണെങ്കിൽ പറയുകയാണ്, "നീ അപ്പം ജലസ് ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്." അപ്പം അവൻ പറയുന്നുണ്ട്, "ആര് ജലസ്, ഞാൻ ജലസൊന്നും അല്ല" എന്നിങ്ങനെ പറയുകയാണേ. അപ്പം നക്കുനാണെങ്കിൽ അവനെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, "ഞാനാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ദിവസം ഇങ്ങനെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് മാത്രമാണ്, അല്ലാതെ അവിടെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല" എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം ഫാറ്റാണെങ്കിൽ പറയുന്നുണ്ട്, "അതിന് ഈ ഒരു പ്രോജക്റ്റ് തീരാൻ ഇത്രയും ദിവസം എടുക്കുമെന്നൊക്കെ" അവനിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, "ഇത് വെറും ഒരു പ്രോജക്റ്റ് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ" അവൻ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, "ഞാൻ ഹോട്ടലിലായിരുന്ന സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നിനക്കറിയാമോ, ഞാൻ അവിടെ ആയിരുന്നപ്പം നിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ടാണ് ഞാൻ പോയതെന്നിങ്ങനെ പറയുകയാണേ." അപ്പോൾ ഫാറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, "നീ എൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് പോയോ, നിനക്കെന്താ വട്ടാണോ എന്നിങ്ങനെ" ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയാണ്, "എനിക്ക് വട്ടാണോ എന്നാണോ നീ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ആരുടെയാ, ഇത് എൻ്റെ ഡ്രസ്സല്ലേ, നീ എന്നെ മിസ് ചെയ്തതുകൊണ്ടല്ലേ എൻ്റെ ഈ ഒരു ഷർട്ട് എടുത്തിട്ടത്, അതുമാത്രമല്ല ഇതിനകത്ത് ഫുള്ള് എൻ്റെ ആ ഒരു ഫെറോമോണിൻ്റെ സ്മെല്ലാന്നൊക്കെ" അവനിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "ഇല്ല, അതങ്ങനെയൊന്നുമല്ല, ഞാൻ അത് ലോണ്ട്രി ബാസ്ക്കറ്റിൽ ജസ്റ്റ് കണ്ടപ്പോൾ ഇതെടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ, അത് കുറച്ചുകൂടെ കംഫർട്ടബിളാന്നൊക്കെ" അവൻ പറയുന്നുണ്ട്.
അപ്പം നക്കുനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മളത് സംസാരിച്ച് തീർക്കണം, ഇതേപോലെ നീ ഇവിടെ നിന്ന് ഇങ്ങനെ പോകരുതെന്നൊക്കെ അവനിങ്ങനെ പറയുകയാണേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഈ ഒരു സമയത്ത് വെറുതെ അടിയിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം ഫാറ്റ് ആണെങ്കിൽ അത് കേട്ടിട്ട് ശരിയാ, അതെനിക്ക് ഞാനും നിൻ്റെ അടുത്ത് സോറി ചോദിക്കുകയാണ്, വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനും സോറിയൊക്കെ ചോദിക്കുന്നുണ്ടേ. എന്നിട്ട് നക്കുൻ പറയുകയാണ് ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്ത് നീ നന്നായിട്ട് ഫുഡൊന്നും കഴിച്ചില്ലല്ലേ, നീ ഒരുപാട് വെയിറ്റ് ലോസ് ആയെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി മുതൽ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറയുകയാണ്. അപ്പം ഫാറ്റ് ആണെങ്കിൽ പറയണം എന്നാൽ എനിക്ക് സ്നാക്സ് മതി എന്നിങ്ങനെ പറയണം. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് കിസ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ഫാറ്റിനെ. എന്നിട്ട് അവരുടെ ആ ഒരു കിസ്സിങ്ങും അവരുടെ ആ ഒരു റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് 5 ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.